കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ കടുത്ത നിലപാടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക നേതാവിന്റെ കാര്യഗൗരവം പോലും രാഹുൽ ഗാന്ധിക്കില്ല. കോൺഗ്രസ് ബി.ജെ.പിയുടെ ബി ടീം ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം ബി.ജെ.പിയും തമ്മിൽ ഡീൽ എന്ന ആരോപണത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കോതമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തിയ മുഖ്യമന്ത്രി വികസനത്തിന് തുടർച്ചയുണ്ടാക്കാൻ LDF-ന്റെ തുടർഭരണം അനിവാര്യമാണെന്നും വിശദീകരിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ എന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചത് സംബന്ധിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചോദ്യം. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു മറുപടി. BJPയുടെ ബി ടീമാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി അത്തരം പ്രവർത്തനമാണ് നടത്തുന്നത്. ഡൽഹിയിലും ഹരിയാനയിലും ഉൾപ്പെടെ അതാണ് കണ്ടത്. പരാജയ ഭീതിയിലാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതൊന്നും രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. ഇത്രമാത്രം അതൊക്കെ തന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിനുണ്ടാകുന്നത് എന്ന് എന്ത് തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നില എന്താ? രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനുതകുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത്. 2011 മുതലുള്ള 5 വർഷത്തെ UDF ഭരണത്തിൽ കേരളം തകർന്നടിഞ്ഞിരുന്നു. തുടർന്നാണ് ജനങ്ങൾ LDF-നെ അധികാരത്തിലെത്തിച്ചത്. തുടർന്നുള്ള 10 വർഷം കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. മുന്നേറ്റത്തിന് തുടർച്ചയുണ്ടാകാൻ LDF തന്നെ വീണ്ടും അധികാരത്തിലെത്തണം. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളും രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ മുന്നേറുകയാണ്. ഈ പുരോഗതി സംരക്ഷിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് നാടിൻ്റെ അനിവാര്യമായ ആവശ്യമായി വന്നിരിക്കുന്നു. വികസനം തുടർച്ചയുള്ള പ്രക്രിയയാണ്. അതിനെ നിലനിർത്തിയും മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ കേരളത്തിൻ്റെ ഭാവി കൂടുതൽ ശക്തമാക്കാൻ കഴിയും. LDF-നെ ഇന്നത്തേതിൽ നിന്ന് ഉയർന്ന ഭൂരിപക്ഷം നല്ല രീതിയിൽ ഉറപ്പാക്കിക്കൊണ്ട് നാടിൻ്റെ പുരോഗതിക്ക് കൂടുതൽ വേഗം നൽകാനാവണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി. ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കൊച്ചി ഇപ്പോഴാണെങ്കിൽ IT, വ്യവസായം, ഗതാഗതം, ഇന്നവേഷൻ മേഖലകൾ ഇവയുടെയെല്ലാം കേന്ദ്രമായി ഉയർന്നിരിക്കുന്നു. ഇതെല്ലാം ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് വസ്തുത. അതേപോലെ തന്നെ കൊച്ചി മെട്രോയുടെ വികസനം, കാക്കനാട് ഇൻഫോ പാർക്ക് കോറിഡോറിൻ്റെ പുരോഗതി, നഗരഗതാഗതത്തിന് പുതിയ ദിശയാണ് നൽകുന്നത്. GTV ന്യൂസ്, കോതമംഗലം.